കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളും തർക്കങ്ങളും അടിയും പിടിയും ഒക്കെ നടക്കുമ്പോൾ കോൺഗ്രസിനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് 4 സംസ്ഥാനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് വിജയവും തൊട്ടു പിന്നാലെയുണ്ടായ തർക്കങ്ങളും, അതായത് നേതൃപദവിയിലേക്ക് വരാൻ വേണ്ടിയുള്ള തർക്കങ്ങളും ആ 4 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിനെ ഉലച്ചു കളഞ്ഞു. എന്താണ് അവിടങ്ങളിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് വളരെ വേഗം നോക്കി വരാം. ആദ്യം നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. 2023-ൽ 135 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ. മുഖ്യമന്ത്രിയാകാൻ DK ശിവകുമാറും സിദ്ധരാമയ്യയും. പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്ക്. ഒക്കലിംഗ സ്വാധീനമുറപ്പിച്ച് DK ശിവകുമാർ. 4 ദിവസത്തെ അനിശ്ചിതത്വമാണ് കർണാടകയിൽ. പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയുള്ള സിദ്ധരാമയ്യയും ഒക്കലിംഗയുടെ സ്വാധീനമുറപ്പിച്ച് DK ശിവകുമാറും. ഒടുവിൽ നറുക്കുവീണത് സിദ്ധരാമയ്യയ്ക്ക് 4 ദിവസത്തിനു ശേഷം. അന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല. എന്തായിരുന്നു അന്ന് ഒത്തുതീർപ്പ് ഫോർമുല? അനൌദ്യോഗിക ടേം വ്യവസ്ഥ. 2.5 വർഷം കഴിഞ്ഞാൽ DK ശിവകുമാറിന് അവസരം. പക്ഷേ ഇത് എഴുതി വെച്ചില്ല, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല. അനൌദ്യോഗികമായ ടേം വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. 2025 നവംബറിൽ വീണ്ടും ഇടഞ്ഞു DK. മുഖ്യമന്ത്രിയെ മാറ്റാൻ ഹൈക്കമാൻഡ് പക്ഷേ തയ്യാറായില്ല. അവിടെ DK ശിവകുമാറിന് മേൽ സിദ്ധരാമയ്യക്കൊപ്പം നിന്നു AICC. രാജസ്ഥാനിൽ സംഭവിച്ചത് കൂടി അറിയണം. രാജസ്ഥാനിൽ 2018-ൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ. അന്ന് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും നേർക്കുനേർ. ഹൈക്കമാൻഡിന്റെ നറുക്ക് സീനിയറായ ഗെഹ്ലോട്ടിന്. 85-ലധികം MLA-മാരെ പരേഡ് ചെയ്യിപ്പിച്ചു അശോക് ഗെഹ്ലോട്ട്. സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനുമാകാൻ തീരുമാനം. സച്ചിൻ പൈലറ്റിനായി അന്ന് തെരുവിലിറങ്ങി സച്ചിൻ പൈലറ്റിന്റെ ഫാൻസ്. 7 ദിവസം ദേശീയപാതയുടെ അക്കം സ്തംഭിപ്പിച്ചു. 2020-ൽ അട്ടിമറി നീക്കവുമായി പൈലറ്റും 18 MLA-മാരും. പൈലറ്റിനെ പദവികളിൽ നിന്ന് നീക്കിയാണ് അന്ന് ഹൈക്കമാൻഡ് പ്രതിഷേധിച്ചത്. അന്ന് 100 MLA-മാർ അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം നിന്നു. മധ്യപ്രദേശിൽ സംഭവിച്ചതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രചരണത്തിൽ മുഖമായത് ജ്യോതിരാദിത്യ സിന്ധ്യ. ഇന്ന് എങ്ങനെയാണോ VD സതീശൻ മുഖമായത് അതുപോലെ. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു. കമൽനാഥും സിന്ധ്യയും നേർക്കുനേർ മുഖ്യമന്ത്രി പദത്തിനായി. ഒടുവിൽ ഹൈക്കമാൻഡ് ഒപ്പം നിന്നത് പരിചയസമ്പത്തും MLA-മാരുടെ പിന്തുണയുമുള്ള കമൽനാഥിനൊപ്പം. സിന്ധ്യയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു. ഹൈക്കമാൻഡ് പക്ഷേ ആ വാഗ്ദാനം പാലിച്ചില്ല. 2020-ൽ സിന്ധ്യയും 22 MLA-മാരും രാജിവെച്ച് BJP-യിലേക്ക് പോയി. കമൽനാഥ് സർക്കാർ താഴെ വീണു. രാജിവെച്ചവർ BJP-യിൽ ചേർന്നതാണ് മധ്യപ്രദേശിന്റെ അനുഭവം. ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് 2018-ൽ കോൺഗ്രസിന്റെ വിജയം. ഭൂപേഷ് ബാഗേൽ TS സിംഗ് ദേവും തമ്മിൽ തർക്കം. ടേം വ്യവസ്ഥ എന്ന് തീരുമാനമാകുന്നു. ഭൂപേഷ് ബാഗേൽ മുഖ്യമന്ത്രിയാവുന്നു. പക്ഷേ ടേം വ്യവസ്ഥ അവിടെയും പാലിക്കപ്പെട്ടില്ല. ബാഗേൽ സ്ഥാനം ഒഴിഞ്ഞില്ല. ദേവിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ശ്രമമുണ്ടായി. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് TS സിംഗ് ദേവ്. 2023-ൽ തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവി. ഇതാണ് 4-5 സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ തുടർച്ചയാണോ കേരളത്തിൽ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു UDF-ന് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനും UDF-നും കൊടുത്തപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നതാണ് 3 പേർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവും. പക്ഷേ മുഖമാര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. MLA-മാരുടെ എണ്ണം കണക്കിലെടുത്താൽ KC, ഘടകകക്ഷികളുടെ കൂടി പിന്തുണ കണക്കിലെടുത്താൽ VD, എന്നാൽ സീനിയോറിറ്റി കണക്കിലെടുത്താൽ RC. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റ്.